ഹലോ. ഇന്ന് വാഴക്കോട് ഞങ്ങളുടെ പെരുവമ്പ് വാഴക്കോട് പൊങ്കാലയാണ്, പൊങ്കൽ മഹോത്സവം. ഇതിൻ്റെ അമ്പലത്തിൽ നമുക്ക് പൊങ്കൽ വയ്ക്കാം, പൊങ്കാലയിടാം. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലും പൊങ്കൽ വയ്ക്കാം. ഞാനിന്ന് വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ശർക്കര ചീവുന്നു, വിളക്ക്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ പഴം എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ചെറിയ പൊടിയായിട്ട് ചീകി എടുത്താലാണ് കുറച്ചും കൂടെ നല്ലത്. നമ്മളെന്നാലും പാവൊന്നും കാച്ചാൻ പാടില്ലല്ലോ പൊങ്കലിൽ. ശർക്കര പൊട്ടിച്ചിടാം നന്നായിട്ട്, പക്ഷേ അതിനേക്കാളും സൗകര്യം കണ്ടോ, ചെറിയ തരിപരി പൊടിയായിട്ട് വരും. അപ്പോൾ ഇനി ഒരുക്കങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം എങ്ങനെയാണ് പൊങ്കാല ഇടണമെന്ന്. കഴിഞ്ഞ വർഷം അമ്പലത്തിലിട്ടു, ഇപ്രാവശ്യം നമ്മൾ വീട്ടിലിടാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ശിവാട്ടിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം അവിടെ പോയി കുറേ സമയം നിൽക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ദൂരമുണ്ട്, അപ്പോൾ എനിക്ക് പോകണമെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഇവിടെ തന്നെ പൊങ്കാലയിടാം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തുളസിയൊക്കെ ഉണ്ട്, തുളസി ചെടികളൊന്നും നല്ല തുളസിയൊക്കെ കരിഞ്ഞു, സീസൺ കഴിയാതെ വേനൽക്കാലമായപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചിങ്ങനെ നിലനിർത്തി പോവുകയാണ്. കുറച്ച് തുളസി തെച്ചി എല്ലാം. അപ്പോൾ പൊങ്കാല ഇടുന്ന നന്ദു എണീറ്റിട്ടുണ്ട്, നന്ദു കുളിയൊക്കെ കഴിഞ്ഞ് വരും. പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് പൊങ്കാലയിട്ട് ഇവിടെ നിന്ന് തന്നെ ദേവിക്ക് ഇന്നലെ അമ്പലത്തിൽ പോയി തൊഴുത് ദേവിയെ ക്ഷണിച്ചിട്ടുണ്ട് വരാണ്ടേക്ക്. അപ്പോൾ ദേവി എന്തായാലും ഇവിടെ വരുന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ ദേവിക്കിതാ തെച്ചിപ്പൂവ് ഇഷ്ടംപോലെ തെച്ചിയുണ്ട്. അപ്പോൾ തെച്ചിപ്പൂവും പൂജിക്കെടുക്കാം, തുളസി തെച്ചിയും കൂടെ പൂജിക്കെടുക്കാം. ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ നാളെ ആറ്റുകാൽ പൊങ്കാലയും കൂടെ അല്ലേ, അപ്പോൾ അതും വിശിഷ്ടം. ഇന്നും പൊങ്കാല, നാളെയും പൊങ്കാല. ഇന്ന് മാത്രമേ പൊങ്കാല, ഇവിടെ ദേശപ്പൊങ്കാല ആയതുകൊണ്ട് ഉച്ചു മഹാകാളിയമ്മൻ ക്ഷേത്രമാണ് ഞങ്ങളുടെ. അപ്പോൾ ആ കാളിയമ്മയുടെ പ്രതിഷ്ഠയാണ്. കാളിയമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പൊങ്കാല ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം റെഡിയാക്കി പൊങ്കാല ചട്ടി വെച്ചു, വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, അരി കഴുകി വെച്ചിട്ടുണ്ട്, നാളികേരം, പിന്നെ പൂജാ പുഷ്പങ്ങൾ, അത് ശർക്കര, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് വിറക്, നമ്മൾ വിറക് ശേഖരിച്ചിട്ടുണ്ട്. നമ്മുടെ തൊടിയിൽ തന്നെ ഇവിടെ തന്നെ കിട്ടിയ വിറകാണ് കേട്ടോ. നമ്മുടെ എല്ലാം നമ്മുടെ നാളികേരം പോലും നമ്മുടെ തെങ്ങിൽ നിന്നുള്ള നാളികേരമാണ്. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചു തരാം കുറച്ച് സാധനങ്ങൾ. ഇതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മരത്തവി ഇതിലിട്ട്, ഇത് നാളികേരം കേട്ടോ. നമുക്ക് നാളികേരം ഇതിലിടാം. നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇതൊന്നും നെയ്യിലൊന്നും വറുക്കാൻ പാടില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ ഇടണം. പിന്നെ നെയ്യ് ഒരു 200 ml. ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1/4 കിലോ പച്ചരി, അത് ചെമ്പാവരി പച്ചരി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നായി. എനിക്കൊന്നും കിട്ടിയില്ല, അപ്പോൾ സാധാരണ പച്ചരി, പിന്നെ ഒരു നാളികേരം, ഒരു തേങ്ങ ഫുള്ളായിട്ട്, പിന്നെ 1/2 കിലോ ശർക്കര, 1/4 കിലോ ഇതിന് 1/2 കിലോ ശർക്കര, അതാണ് അളവ്. അപ്പോൾ ഇത് ഇനി ഏലക്കാപ്പൊടിയും കൂടെ വേണം. ഏലക്കായ പൊടിച്ചത് കേട്ടോ. ഏലക്കാപ്പൊടി ഇടുന്നു, ഒരു 7-8 ഏലക്കയുടെ പൊടിച്ചതും കൂടെ ഇട്ടിട്ട് നമുക്ക് നെയ്യ് നമുക്ക് 200 ml വേണമെങ്കിൽ ഒഴിക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം. പക്ഷെ അതിൻ്റെ അളവ് പ്രകാരം ഇത് 200 ml ഒഴിക്കുന്നതാണ്. പിന്നെ ഹെൽത്ത് വൈസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് അതിനനുസരിച്ച് 100 ml ഒക്കെ ആണെങ്കിലും മതി കേട്ടോ. അങ്ങനെ എന്തായാലും അമ്പലത്തിൽ പൊങ്കാല വലം വെച്ച് തുടങ്ങി. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ തുടങ്ങുമ്പോൾ വിളിച്ച് പറയും. അപ്പോൾ നമ്മളിവിടുന്ന് അടുപ്പ് കത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പൊങ്കാല കത്തിച്ചു, അടുപ്പ് കത്തിച്ചു, വെള്ളം കായട്ടത്. മൂടിയാലോ? ആ മൂടി വയ്ക്കാം.
വിളക്ക് കുഴിച്ചിട്ടില്ല. അപ്പം ഇതിൽ വെച്ചിട്ട് ഒരുപാട് ഓലയിടാനും പറ്റില്ല. ഈ കോച്ചാടകൾ കൊണ്ട് തന്നെ കത്തിച്ചെടുക്കണം. നമ്മൾ അരി ഇടണം. വെള്ളം നന്നായി ചൂടായി. അപ്പം അരി ഇടുകയാണ്. അപ്പം അമ്മേ മഹാമായി ദേവി ഭഗവതി ഭഗവതിക്ക് വെച്ചിട്ട് ഇനി നമ്മൾ അരി നന്നായി വെന്ത ശേഷം വേകാറാകുമ്പോഴാണ് നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ഇടുക കേട്ടോ. വേഗട്ടെ കേട്ടോ. മൂടി വയ്ക്കും. അത് പച്ചയാണ്, കുറച്ച് കത്താൻ പാടും. സർവമംഗളമാംഗല്യേ ശ്രീ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അപ്പൊ ഞാനും രാധ ചേച്ചിയും കൂടെയാണ്. നല്ല പുക വരുന്നുണ്ട്. ഞാനും രാധ ചേച്ചിയും കൂടെയാണ് ഇന്ന് പൊങ്കാല ഇടുന്നത്. വാഴക്കോട്, പെരുവമ്പ് വാഴക്കോട് ഉച്ചു മഹാകാളിയമ്മന്റെ മനസ്സിൽ ധ്യാനിച്ചുണ്ട്. ഭയങ്കര കാറ്റ്, അതുകൊണ്ട് വിളക്കൊന്നും കത്തിച്ച് നിൽക്കുന്നില്ല. അത് നല്ല കാറ്റുണ്ട്. കൊട്ട് കേൾക്കുന്നുണ്ടാവില്ല, അമ്പലത്തിന്റെ കൊട്ടിങ്ങനെ വരുന്നുണ്ട്. കുറച്ച് ദൂരെയാണെങ്കിലും അവിടെ നിന്ന് കൊട്ട് ഇവിടെ കേൾക്കാം. അപ്പം അവിടെ സ്ത്രീകളെല്ലാം അവിടെ പോയി പൊങ്കാല ഇടുന്നുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത്. കഴിഞ്ഞ വർഷം എൻ്റെ യൂട്യൂബിൽ ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ദേവിയെ ക്ഷണിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. അങ്ങനെ പൊങ്കാല തിളച്ച് പൊന്തി, കിഴക്കോട്ട് നോക്കി പൊന്തി, എല്ലാ ഭാഗത്തേക്കും പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവിയുടെ അനുഗ്രഹമാണ് ഇങ്ങനെ പൊങ്കാല പൊങ്ങി വരിക എന്നാണ് പറയുക. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. വലിയ സന്തോഷമായി എനിക്ക്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശർക്കര ഇടണം. ഏകദേശം അരി വെന്ത് ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ ശർക്കര ഇടണം കേട്ടോ. അരി നന്നായി വെന്ത ശേഷം നമ്മളിനി ശർക്കര ഇടുകയാണ്. നമ്മൾ ചെറുതായി ചീകി വെച്ച ശർക്കര ഇട്ടിട്ട് നന്നായി ഇളക്കുക. അരി ശകലം വേഗണം കേട്ടോ. വെന്ത ശേഷമാണ് നമ്മൾ ഈ ശർക്കര അതിൽ ആഡ് ചെയ്യേണ്ടത്. ആയി കണ്ടോ, പായസം കണ്ടോ, ഇങ്ങനെ ആയി. അപ്പോൾ നമ്മൾ ഇതുണ്ടോ അല്പം ഇങ്ങനെ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മളിനി നാളികേരം ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു തേങ്ങയുടെ നാളികേരമാണ്. ഒരു തേങ്ങയുടെ നാളികേരം അഗ്നിദേവനും കുറച്ച് കൊടുക്കുക. എന്നിട്ട് പുക, നല്ല പുകയുണ്ട്. അപ്പോൾ നാളികേരം ഇട്ടു. നാളികേരം ഇട്ടു ഇളക്കുക. നാളികേരം ഇട്ടപ്പോൾ ശർക്കര കുറവ് പോലെ തോന്നി, കുറച്ച് മധുരം കുഴപ്പമില്ല. പിന്നെ ചൂട്ടിലങ്ങനെ കണ്ടോ ഒരു ആയില്ലേ. അപ്പം നാളികേരം ഇട്ടപ്പോൾ കട്ടിയായി കണ്ടോ. ഇനി നമ്മൾ ഇതിൽ ആ പാത്രം കൂടെ വയ്ക്കുക ചേച്ചി. ഇനി നമ്മൾ ഇതിൽ നമ്മൾ വാങ്ങിച്ച കശുവണ്ടി മുന്തിരി ഞാൻ വറുക്കാൻ പാടില്ല, അതങ്ങനെ പച്ചക്കന്നെ എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ.
കുറച്ചുകൂടാ കൂടുതലിടാം. ഞാൻ കുറച്ച് കൂടുതലിടുന്നുണ്ട്. കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് അല്ലേ. അപ്പം ഞാനത് ഒരു 20 grams വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം പായസം റെഡി ആവാറായി. ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ പായസം കുറച്ച് കട്ടിയാവണം. ശകലം കട്ടിയായാലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ശർക്കര, തേങ്ങയൊക്കെ ഇട്ട് പായസം ഇങ്ങനെയായി. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് നെയ്യ് ഒഴിക്കുകയാണ്. നമുക്ക് 200 grams പുതിയ നെയ്യാണ്. പൂജയ്ക്ക് നമ്മളെല്ലാം പുതിയ സാധനം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒന്നും പഴയതൊന്നും എടുക്കാൻ പാടില്ല. എല്ലാം പുതിയ സാധനങ്ങൾ പിടിച്ചു വെച്ച് അതായത് അടുപ്പിലിടാം അല്ലേ. നമ്മളെന്ത് ചോദിച്ചാൽ നെയ്യ് ഒഴിക്കുക. അപ്പോൾ ആക്ച്വലി ഇത്ര മതി നോക്കട്ടെ. കുറച്ച് എല്ലാവരും കഴിക്കണമുണ്ട്. നെയ്യ് അധികം ആയാലും പ്രശ്നമാണ്. നെയ്യിട്ട ടേസ്റ്റാണ്. മതി തോന്നുന്നു. ചൂട ഒഴിക്കാം. മതി മതി ചേച്ചി. നന്നായിട്ട് നെയ്യ് ഒഴിച്ച കുറച്ച് നേരം ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇവിടെ തന്നെ അടുപ്പിൽ തന്നെ വെക്കണം. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇറക്കാം. ഒരു 5 മിനിറ്റ് ചൂട്ടിലൊന്ന് അരി സെറ്റ് ആവത്തുണ്ടോ. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ. ഇന്ന് എപ്പോഴും നന്ദുവിനെ കിട്ടാറേ ഇല്ല. ഇന്ന് മഹാഭാഗ്യമാണെന്ന് നന്ദുവിന് പൊങ്കാല ദിവസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്ദു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് പൊങ്കാല കേട്ടോ. നമ്മുടെ ഫാമിലിക്ക്, നമ്മുടെ ബന്ധുക്കള്, അച്ഛന്, നമ്മുടെ സുഹൃത്തുക്കള് എല്ലാവർക്കും നല്ല ഈ വർഷം അനുഗ്രഹമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ പൊങ്കാലയിട്ട്. നിന്റെ സ്വപ്നങ്ങളും നിന്റെ ഡ്രീംസ് ഒക്കെ പൊങ്കാലയിലൂടെ വിൽ കം ട്രൂ. ഓക്കെ, യു ജസ്റ്റ് ഇതൊന്ന് ഇളക്കിക്കാം. അപ്പൊ മോനെ ഇതൊന്ന് ഇളക്കിക്കോ. ഒരു 3 വട്ടം ഇളക്കിക്കോ. മതി. അപ്പൊ അമ്മമാരാണ് പൊങ്കാല ഇടുക അല്ലേ. അപ്പൊ ഇന്ന് ദൈവം അനുഗ്രഹിച്ച അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ പറ്റി. അപ്പൊ പൊങ്കാല ഇട്ട് കഴിഞ്ഞു. ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നിവേദിക്കും. ദേവിയെ പ്രസാദിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കുറച്ച് ഇനി ഇതിറക്കട്ടെ ചേച്ചി. ഇതിറക്കിക്കോളൂ. നമ്മളൊന്ന് ഇളക്കി ദേവിക്ക് പ്രസാദം വയ്ക്കുക. 3 പ്രാവശ്യമായിട്ട് എടുക്കുക. ഓക്കെ, ദേവിക്ക് ഇലയിൽ ഒഴിച്ചിട്ട് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. നന്ദു ആദ്യമായിട്ട് തേങ്ങ പൊട്ടിക്കാൻ കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അവൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കൊടുത്താണ്. അപ്പം വളരെ സൂക്ഷിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും കറക്റ്റായിട്ട് വെള്ളം വന്നു. തേങ്ങയിൽ നിന്ന് പൊട്ടുന്നുണ്ട് തേങ്ങ. വളരെ ശ്രദ്ധിച്ചിട്ടാണ് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല. എപ്പോഴും അച്ഛനാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നന്ദുവിനൊരു അവസരം കൊടുത്താണ്. അപ്പോൾ എന്തായാലും എന്താ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ഡിഫറൻസ് വന്നു, എന്നാലും കുഴപ്പമില്ല. ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അവൻ്റെ ഫസ്റ്റ് ഇതാണ്, അറ്റംപ്റ്റാണിത്. അപ്പൊ നന്ദു ആദ്യമായിട്ട് നാളികേരം അടിച്ച് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗുഡ് നന്ദു. ഇനി നമ്മൾ കർപ്പൂരം കൊളുത്താം കേട്ടോ. കർപ്പൂരം
കൊച്ചുകാളിയമ്മ മഹാദേവി അനുഗ്രഹിക്കണേ. ചേച്ചി ഇതാ പപ്പ ശിവേട്ട എഴുതിക്കോളൂ. നന്ദു ചേട്ടനോ നന്ദു ഫോൺ പിടിച്ചു. ചേച്ചി ദേവി ദേവിയുടെ അനുഗ്രഹം ഭഗവതി ദേവി നന്ദു പൂട്ടോ. ചേച്ചിയും പൂട്ടോ. എല്ലാവരും പൂട്ടോ. തീയുണ്ട് ബാക്കിൽ, ശ്രദ്ധിക്കണേ. നടയിൽ കൊളുത്തി വയ്ക്കാം ഹൃദയത്തെളിനാളം. ആമണി ദീപം കെടാവിളക്കായി ജ്വലിച്ചു നിന്നെങ്കിൽ തൊഴുതു വണങ്ങാൻ അപൂർവ ഭാഗ്യം എനിക്ക് വന്നേനെ. അപ്പോൾ ഞങ്ങളുടെ പൊങ്കൽ ഞങ്ങൾ ദേവിക്ക് നിവേദിച്ചു. ദേവി അനുഗ്രഹിച്ച് വിളക്ക് കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പൂജ വെച്ചു. ഞങ്ങളുടെ പൊങ്കാലച്ചട്ടി ഇതാ എന്താ ഇപ്പോഴും മൺചട്ടി ആയതുകൊണ്ട് തിളച്ചിരുന്ന് ഇനി നമ്മൾക്ക് പ്രസാദമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പൊങ്കാല. ചേച്ചി നല്ല സപ്പോർട്ട് ചെയ്തു. താങ്ക് യു ചേച്ചി. ഓക്കെ ബൈ. ഇതാണ് ഞങ്ങളുടെ ദേവി, വാഴക്കോട് ഉച്ചു മഹാകാളിയമ്മൻ ദേവി. ദേവിയുടെ പൊങ്കൽ മഹോത്സവത്തോടനുബന്ധിച്ച് കാളിക എന്ന് പറയുന്നൊരു നാടൻ പാട്ടിൻ്റെ ട്രൂപ്പിൻ്റെ പരിപാടിയും അതിഗംഭീരമായി നടന്നു. അനേകം കലാപരിപാടികൾ ഈ 2-3 ദിവസമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ടാണ് ഇവിടെ ഈ പൊങ്കൽ മഹോത്സവം ആഘോഷിക്കുന്നത്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ആളുകൾ വളരെ ഒരു ഉത്സവത്തെ എങ്ങനെ ഭംഗിയാക്കാം എന്ന് നമുക്ക് കാണിക്കുന്നത് അവിടെ കൂടിയ ആൾത്തിരക്കുകളാണ്. അത്രയും ആളുകളുണ്ടായിരുന്നു. ഗംഭീര പരിപാടികളായിരുന്നു. 10 മണി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. അപ്പം ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലെ ഈ പൊങ്കൽ മഹോത്സവം ഗംഭീരമായി നടത്താൻ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഈ വേളയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈ. താങ്ക് യു.